വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 8, 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. പിടിക്കപ്പെട്ട വ്യഭിചാരിണി. യേശു ഒലീവ് മലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവന്റെ അടുക്കലെത്തി. അവനിരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? ഇത് അവനിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കണ്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക. ഇനിമേൽ പാപം ചെയ്യരുത്. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. ചിന്തിക്കുന്ന മനുഷ്യന് പലതരം പ്രത്യേകതകൾ കണ്ടെത്താൻ ഇടവരുന്നതും ആകർഷണീയത്വം നിറഞ്ഞതുമായിട്ടുള്ള പ്രവർത്തന ശൈലികളുടെ കർത്താവും എന്ന നിലയിലാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. തന്റെ പിതാവിനോട് സംവദിക്കുന്നതിനു വേണ്ടി ഒലിവുമലയിലായിരുന്ന യേശു പ്രാർത്ഥനയ്ക്ക് ശേഷം മലയിൽ നിന്ന് ഇറങ്ങി ദേവാലയത്തിലെത്തി അവിടെ തന്നെ കാണാനേ എത്തിയിരുന്ന യഹൂദന്മാരോട് പല കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ യേശു. ഈ സമയത്താണ് നാട്ടുകാരിൽ ചിലർ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ വലിച്ചിഴച്ച് യേശുവിന്റെ മുമ്പിൽ എത്തിക്കുന്നത്. ഇത് സമൂഹത്തിൽ ഉൾക്കുത്തുണ്ടാകുന്നതിലുള്ള ദുഃഖമോ മനസ്സിന്റെ വേദനയോ ഒന്നുമല്ല അവരെ ഈ സ്ത്രീയെ വലിച്ചഴച്ച് യേശുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത്. ഈ സ്ത്രീയുടെ ചെലവിൽ യേശുവിനെ ഒന്ന് പരീക്ഷിക്കണം, ഒരു മുതലെടുപ്പ് നടത്തണം. ഇതായിരുന്നു അവരുടെ ഉദ്ദേശമെന്ന് സുവിശേഷകനായ യോഹന്നാൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു. അവരുടെ ഉദ്ദേശം ഈ സ്ത്രീയെ കുറ്റവിമുക്തമായിട്ട് ആക്കുന്നു യേശു എന്ന് വരികിൽ മോസസിന്റെ പ്രമാണം യേശു ലംഘിച്ചു എന്ന് യേശുവിനെ കുറ്റപ്പെടുത്താം. ഇനി ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാനാണ് യേശുവിന്റെ നിർദ്ദേശം എന്ന് വരികിൽ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനും അവരുടെ കൂടെ നടന്നിരുന്നവനുമായിട്ടുണ്ടായിരുന്ന യേശു യഥാർത്ഥത്തിൽ ചതികനും വഞ്ചകനുമായിട്ട് ചിത്രീകരിക്കാം. ഇത് യേശുവിന്റെ ഇരട്ടത്താപ്പ് നയമായിരുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ കുറ്റപ്പെടുത്താനും സാധിക്കും. ഇത് ഉള്ളിൽ വെച്ചുകൊണ്ടായിരുന്നു അവരുടെ ഈ നാടകം. യേശു ബോധപൂർവം സ്വീകരിക്കാനിടവന്ന ഒരു മൗനഭാഷ, ആ ഭാഷയിൽ കൂടെ എല്ലാം കണ്ടും കേട്ടും അങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഇവരുടെ ആവർത്തിച്ചുള്ള ചോദ്യം യേശുവിനോട് മോസസിന്റെ നിയമം അനുസരിച്ച് ഇത്തരത്തിൽ കുറ്റം ചെയ്ത വ്യക്തികളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നതാണല്ലോ പ്രമാണം. നീ എന്തു പറയുന്നു? ഇവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ അനുവദിക്കണമോ, ഇവളെ കുറ്റവിമുക്തമാക്കണമോ? നിന്റെ അഭിപ്രായം എന്ത്? ഇതായിരുന്നു ആ നാട്ടുകാരിൽ പെട്ട ആ പറ്റം യഹൂദന്മാരുടെ ചോദ്യം. യേശു അവരുടെ കളലാക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം അതിന് ഉത്തരമെന്ന രീതിയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രസ്താവന അവിടെ പുറപ്പെടുവിക്കുന്നത്. യേശു പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. താരതമ്യേന സ്വാതന്ത്ര്യവും സ്വാധീനവും ഹനിക്കപ്പെട്ട
തന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ സ്ത്രീയേക്കാൾ സ്വാതന്ത്ര്യവും സ്വാധീനവും കൈയാളുന്ന ഈ ചെറുപ്പക്കാരായിരിക്കും കൂടുതൽ കുറ്റക്കാർ എന്ന് ഉള്ള യേശുവിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലും കൂടി ആയിരിക്കണം അങ്ങനെ ഒരു പ്രസ്താവന യേശു പുറപ്പെടുവിക്കാൻ ഇടവന്നത്. പക്ഷെ ഈ പ്രസ്താവന കേട്ട ഉടനെ തന്നെ ആരും അവളെ കല്ലെറിയുന്നതിനോ ആരും അവളെ കുറ്റവിമുക്തമാക്കുന്നതിനോ മുതിരാതെ എല്ലാവരും സ്ഥലം വിട്ടുവെന്ന് യോഹന്നാൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു. ഇവിടെ ഒരു സത്യം വെളിവാക്കപ്പെടുന്നത് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ശരീരശാസ്ത്രപരമായും പ്രകൃതി നിയമം അനുസരിച്ചും ഉള്ള ഒരു സത്യത്തിന്റെ പ്രകാശനം ഇവിടെ നടക്കുകയാണ്. സമൂഹത്തിൽ ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് ആരെങ്കിലും ചൂണ്ടുവിരൽ നീട്ടുമ്പോൾ ആ കയ്യിന്റെ തന്നെ മറ്റ് 3 വിരലുകൾ തനിക്കെതിരായിട്ടാണ് ചൂണ്ടുന്നത് എന്നുള്ള ശരീരശാസ്ത്രം നൽകുന്ന ആ വലിയ വെളിച്ചം നാം മറക്കാനിടവരരുത്. സാമാന്യം സമൂഹത്തിന്റെ മുമ്പിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ധർമ്മരോഷം, ഹരിശ്ചന്ദ്രവേഷം പ്രത്യക്ഷപ്പെടുന്നത്, ഹരിശ്ചന്ദ്രവേഷം കെട്ടുന്നത്, ഇതിലൊന്നും ധാർമ്മികതയില്ല, ഇതിലൊന്നും വിശുദ്ധി നമുക്ക് കണ്ടെത്താനാകില്ല എന്ന സത്യം യേശു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ധാർമ്മിക രോഷത്തിലോ ഹരിശ്ചന്ദ്ര വേഷം കെട്ടത്തിലോ അല്ല കാര്യം. വേഷം കെട്ടലുകളോ ഒക്കെ മാറ്റി യഥാർത്ഥത്തിൽ ഹരിശ്ചന്ദ്രനാകാൻ ആത്മാർത്ഥതയും സത്യസന്ധതയോടും കൂടെ ജീവിതത്തിൽ ശ്രമിക്കുക എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത് എന്നുള്ളതാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്ന വലിയ യാഥാർത്ഥ്യം. യേശുവിന്റെ വ്യക്തിത്വത്തിലുള്ള ആകർഷണീയത്വം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ യേശു തല ഉയർത്തി ആ സ്ത്രീയോട് ചോദിക്കുന്നു, സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ലേ? ആ സ്ത്രീ പശ്ചാത്താപ വിവശയായിട്ട് യേശുവിനോട് പറയുന്നു, ഇല്ല കർത്താവേ, ആരും എന്നെ വിധിച്ചില്ല. യേശു അവളോടായിട്ട് പറയുന്നു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. മകളെ, നീ ഇനി പാപം ചെയ്യരുത്. സത്യത്തിൽ ബോധമുള്ള ഒരു വ്യക്തി പിന്നീട് പാപകരമായിട്ടുള്ളൊരു ജീവിതം തുടരാൻ ഇടവരില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള സ്ഥിതിവിശേഷം. എന്നാൽ യേശു ഒരു ശിക്ഷയും നൽകാതെ അവളെ കയ്യിലെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് യേശുവിന്റെ പ്രവർത്തനത്തിന്റെ ആകർഷണീയത്വം എന്നുള്ളത് നാം മറക്കരുത്. ഇത്തരം പ്രവർത്തന ശൈലികളിൽ കൂടിയും കൂടെ വേണം നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൽ യേശുവിനെ സാക്ഷ്യം വഹിക്കാൻ എന്നുള്ളതും നാം മറക്കരുത്.